ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, നമ്മുടെ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുക. ദൈവത്തിലുള്ള വിശ്വാസം നമ്മളൊന്നിനെയും പ്രതി നമ്മൾ ഉപേക്ഷിക്കരുത്. ഇന്ന് നമ്മൾ 1 മക്കോബിയർ 2-ാം അധ്യായം 49 മുതൽ 64 വരെയുള്ള തിരുവചനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്നത്. മത്താത്യാസിൻ്റെ അന്ത്യശാസനം. മത്താത്യാസ് എന്ന ഒരു പ്രവാചകൻ തൻ്റെ മരണസമയമായപ്പോൾ തൻ്റെ പുത്രന്മാരെയൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ രാജ്യത്ത്, ഈ ലോകത്ത് അഹങ്കാരവും നിന്ദയൊക്കെ ഒത്തിരി നിറഞ്ഞു വരിക്കുന്ന കാലഘട്ടമാണ്. ഉഗ്രകോപവും നാശത്തിൻ്റെയും നാളുകളാണിത്. അതുകൊണ്ട് മക്കളെ, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ പിതാക്കന്മാർ ഉടമ്പടിക്ക് വേണ്ടി ജീവൻ തന്നെ അർപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തലമുറകളായിട്ട് പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ അവരങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ലഭിച്ചു? അവർക്ക് ഉന്നതമായ മഹത്വവും അനശ്വരമായ കീർത്തിയും അവർക്ക് ലഭിച്ചു. അപ്പോൾ ഉദാഹരണമായിട്ട് മത്താത്യാസ് പറഞ്ഞത്, നീ അബ്രാഹത്തെ നോക്കൂ. അബ്രാഹാം പരീക്ഷിക്കപ്പെട്ടു. തൻ്റെ മകനെ കൊണ്ട് കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹാം തൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോയി. പക്ഷെ ദൈവം വിശ്വസ്തനായി കണക്കാക്കൊണ്ട് അവനത് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതുപോലെ ജോസഫ് കാലത്ത് അവനെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞപ്പോഴും അവൻ ദൈവത്തിനോട് വിശ്വസ്തത പാലിച്ചു. അവനെ ദൈവം കഷ്ടതയുടെ കാലത്ത് അവനെ ഈജിപ്തിൻ്റെ അധികാരിയായിട്ട് ഉയർത്തി. അതുപോലെ തന്നെ നമ്മുടെ പിതാവായ ഫിനെഹാസ് തീക്ഷ്ണത നിറഞ്ഞയാൽ പൗരോഹിത്യത്തിന് ഉടമ്പടിക്ക് അർഹനായി. മറ്റൊരു സാക്ഷ്യം പറയുന്നത്, ജോഷുവ എല്ലാ കൽപ്പനകളും നിറവേറ്റിയതുകൊണ്ട് അവൻ ഇസ്രായേലിൻ്റെ ന്യായാധിപനായി. മറ്റൊരു പ്രവാചകന് പറയുന്നത് കാലേബ്. അദ്ദേഹം ദൈവത്തിനെക്കുറിച്ച് സഭയിൽ സാക്ഷ്യം നൽകി. നമുക്ക് പലപ്പോഴും ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകും. നമ്മൾ സാക്ഷ്യം നൽകാൻ മടിക്കുന്നവരാണ്. ജോഷുവ, ഈ കാലേബ് സഭയിൽ സാക്ഷ്യം നൽകിയതിനാൽ ആ ദേശത്ത് അവന് അവകാശം ലഭിച്ചു. അതുപോലെ തന്നെ ദാവീദ്, ഏറ്റവും എളിമയായ ദാവീദ്, ഒരു ബാലനായിരുന്ന ദാവീദിനെ ദൈവം ഒരു സിംഹാസനത്തിൻ്റെ ശാശ്വത അവകാശിയാക്കി. അതുപോലെ തന്നെ നിയമത്തിനെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച മറ്റു പ്രവാചകനായിരുന്ന ഏലിയ സ്വർഗത്തിലേക്ക് നേരെ സംഹരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ദാനിയേൽ തൻ്റെ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടപ്പോഴും തൻ്റെ നിഷ്കളങ്കതയാൽ അവൻ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതുപോലെ തലമുറയായ ദൈവത്തെ വിശ്വാസം അർപ്പിച്ചവരാരും തന്നെ ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറയും, പലരും നമ്മുടെ കൂട്ടുകാരാവാം, നമ്മുടെ വീട്ടുകാരാവാം,